വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആരംഭിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞു. 6 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പഠിക്കാത്തവരാണെങ്കിലും നിങ്ങൾ മക്കളെ ഈ 6 ദിവസത്തെ ക്ലാസ് പഠിച്ച് നിങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. അതിനൊപ്പം തന്നെ SCRT ചാപ്റ്റേഴ്സും കൂടി പിന്തുടർന്ന് പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു 110ഓളം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്, അത് പഠിക്കുക. മാത്സ് ചെയ്ത് നോക്കുക. ഇനി പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാനുണ്ടാവും. ഇപ്പൊ പഠിച്ചു, ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ, ജൂലൈ 18-ന് പരീക്ഷയാണ്, കിട്ടാൻ സാധ്യത കുറവാണ്. അവർക്കറിയില്ലല്ലോ കിട്ടോ കിട്ടില്ല എന്നുള്ളത്. പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ആ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ജോലി, നിങ്ങൾ ആവശ്യക്കാരാണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഒരു നെഗറ്റീവ് കമന്റ്സിന്റെ പിന്നാലെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കണ്ട. ഇന്നും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ ഇതിനു മുമ്പ് ടീച്ചർ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുണ്ടായി. അപ്പൊ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം. അത് സുപ്രീം കോടതിയെയും സമീപിക്കാം, ഹൈക്കോടതിയെയും സമീപിക്കാം. അപ്പൊ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. അപ്പൊ അതറിയാം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഏതൊക്കെ കോടതികൾ? ഒന്നുകിൽ സുപ്രീം കോടതിയാകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയാകാം. ഇനി സുപ്രീം കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് വെക്കുക. അതായത് സുപ്രീം കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും, എന്നാൽ ഹൈക്കോർട്ടാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് എന്ന് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിട്ടുകൾ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഫോം ചെയ്തതാണ്. റിട്ടുകൾ, അതായത് റിട്ടുകളെ കുറിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പറയും. അതൊക്കെ ലാറ്റിൻ പദങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആരെ എന്താ പറയുന്നത് സമീപിക്കണം? ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിക്കണം അല്ലെ? മൗലികാവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ നമുക്ക് ഒരു ഇന്ത്യൻ പൗരനായി നമുക്ക് മൗലികാവകാശങ്ങൾ ലഭിക്കണില്ല എന്ന് തോന്നിയാൽ നമുക്ക് എവിടേക്ക് പോവാം? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാം. ഇങ്ങനെയുള്ള ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്? ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആരാണ്? സോറി, ഏത് രാജ്യത്ത് നിന്നാണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. ആദ്യത്തെ റിട്ടിന്റെ പേരാണ് ടീച്ചർ ഇവിടെ എഴുതുന്നത്. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയും. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ എന്താ അറിയോ നിങ്ങൾക്ക്? ശരീരം ഹാജരാക്കുക എന്നാണ്. എന്താണ്? ശരീരം ഹാജരാക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ പദമാണ്, നേരത്തെ ടീച്ചർ പറഞ്ഞു. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്. ഇനി ഇതിന്റെ പ്രത്യേകത വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ, എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? നിയമവിരുദ്ധമായോ നീതിരഹിതമായോ ഒരാളെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? അതുകൊണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഇപ്പോ എന്താ പറയാ, മാതാപിതാക്കളൊക്കെ എന്താ പറയാ, കുട്ടികളെ തടവിൽ വെച്ചേക്കാന്ന് വിചാരിക്കുക. പ്രായപൂർത്തിയായി തടങ്കലിൽ വെച്ചേക്കുക. ഇപ്പൊ നമുക്കറിയാം, കുട്ടികളൊക്കെ 18 വയസ്സായ കുട്ടികൾക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ മാതാപിതാക്കൾ അവരെ പൂട്ടിയിട്ടു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവർക്ക് കോടതിയെ സമീപിച്ച്, അതായത്
അതായത് ആർക്കാണെങ്കിൽ കോടതിയെ സമീപിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ വിടുവിക്കാനായിട്ട് പറ്റും. അതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭം, ഒരാളെ തട്ടിക്കൊണ്ടുപോയി അപ്പൊ അയാളെ വിടിയിച്ച് കിട്ടാൻ, അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇപ്പൊ മാതാപിതാക്കൾ കുട്ടികളെ മാത്രമല്ല എന്താ പറയാ പ്രായം ചെന്ന മാതാപിതാക്കളെ ഈ തടങ്കലിൽ വെച്ചിരിക്കുന്ന മക്കളെ അവർക്കൊക്കെ എതിരെ നമുക്ക് ഇത് പ്രയോഗിക്കാനായിട്ട് പറ്റൂ കേട്ടോ, ഹേബിയസ് കോർപ്പസ്. ഇനി രണ്ടാമത്തത് നോക്കിയേ മക്കളെ, മാൻഡമസ് എന്നാണ് രണ്ടാമത്തെ റിട്ടിന്റെ പേര്. മാൻഡമസ് ട്ടാ, മാൻഡമസ് എന്നാണ് രണ്ടാമത്തെ റിട്ടിന്റെ പേര്. അതായത് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഈ മീനിങ് പഠിച്ചു വെക്കണം, മീനിങ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താ? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഇനി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട്, അങ്ങനെയാണ് നമ്മൾ മാൻഡമസിനെ പറയാം. അപ്പൊ ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം അനുശാസിക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വില്ലേജിൽ പോവുകയാണ്, വില്ലേജ് ഓഫീസിൽ പോവാണ്, അവിടുത്തെ വില്ലേജ് ഓഫീസറോട് പറയാണ് എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അക്ഷയെ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ടൊക്കെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് നേടണേ. അപ്പൊ അപേക്ഷ കൊടുത്തു, നിശ്ചിത ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിരിക്കണം ഈ വരുമാന സർട്ടിഫിക്കറ്റ്, അദ്ദേഹം നമുക്ക് തന്നിരിക്കണം. ഇനി കിട്ടിയില്ലെങ്കിൽ അപ്പോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് കോടതി കൽപ്പിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ എന്താണ്, അതായത് ഇത് പൊതുവായിട്ടുള്ള, അതായത് എന്താ പറയാ, പൊതു സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ എന്താ പറയാ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയൊക്കെ അങ്ങനെയുള്ളവർക്കെതിരെ ഇത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, സ്വകാര്യ വ്യക്തികൾക്കെതിരെ എന്താണ് നമുക്ക് ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്നും കൂടി ഓർത്തു വെക്കാം. ക്ലിയർ ആയോ മക്കളെ? ഇനി മൂന്നാമത്തെ പേരറിയോ നിങ്ങൾക്ക്? പ്രൊഹിബിഷൻ എന്നാണ്. അപ്പൊ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാലും ലാറ്റിൻ വേർഡാണ്. പ്രൊഹിബിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടയുക എന്നാണ് അല്ലെ. അപ്പൊ പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ വേർഡിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്താ പറയാ റിട്ടിന്റെ മീനിങ് എന്താണ്? തടയുക എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ രീതിയിൽ നമ്മൾ എവിടേക്ക് ആദ്യം പോവുക? കീഴ്ക്കോടതിയിലേക്കാ പോവുക അല്ലെ. അപ്പൊ ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരം ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് തടയുന്ന റിട്ടിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അതായത് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കീഴ്ക്കോടതികൾക്ക് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയാണ് സാധാരണ ഈ റിട്ട് പുറപ്പെടുവിക്കാം. അപ്പൊ ഈ റിട്ട് ഏത് സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാം? ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാം. അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാം. അപ്പൊ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയോ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാലും ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാനായിട്ട് കഴിയും. മനസ്സിലായോ? ഇതൊക്കെ പ്രൊഹിബിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിച്ച അല്ലെങ്കിൽ മേൽക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് കീഴ്ക്കോടതി പരിഗണനയ്ക്കെടുത്ത അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത, ഇതൊക്കെയാണ് പ്രൊഹിബിഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കൂ, സെർഷ്യൂററി എന്നാണ് അതിന്റെ പേര്. സെർഷ്യൂററി എന്ന റിട്ട് എന്താ മക്കളെ? സെർഷ്യൂററി എന്ന റിട്ട്, സെർഷ്യൂററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. അതിന്റെ മീനിങ് എന്താന്നാ പറയണേ? സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. അപ്പോ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള റിട്ടിനെയാണ് സെർഷ്യൂററി എന്ന് പറയുന്നത്. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള റിട്ട്, മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനെയാണ് സെർഷ്യൂററി റിട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നേരത്തെ പോലെയല്ല, അവിടെ അവര് സെർഷ്യൂററിയിൽ എന്താ പറയണേ? ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങള് എന്താ ചെയ്യണേ? അവര് അവരുടെ
അതിർത്തി ലംഘിക്കുകയാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഓരോ കോടതികൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിന് വിടുമ്പോഴാണ് പ്രൊഹിബിഷൻ ചെയ്യുക. ഇവിടെ എന്താ സെർഷ്യോറി എന്താ ചെയ്യുക? അതായത് മേൽക്കോടതിയുടെ വിലയിരുത്തുന്നതിനായിട്ട്, മേൽക്കോടതിയിലെ ഈ കാര്യം കൃത്യമായിട്ട് വിലയിരുത്താൻ കീഴ്ക്കോടതിയിൽ ഓൾറെഡി പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിന്റെ നടപടികള്, ആ രേഖകള് എവിടേക്ക് കൊണ്ടുവരാൻ പറയാണ്? നമ്മുടെ ഉയർന്ന കോടതിയിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. അതാണ് എന്ത്? സെർഷ്യോററി. ഇനി അഞ്ചാമത്തത് എന്താ അറിയോ? കോ വാറന്റോ എന്നാണ്. എന്താണ് കോ വാറന്റോ? കോ വാറന്റോ എന്താണ്? കോ വാറന്റോ പറഞ്ഞ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്ന റിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡിഗ്രി ഇല്ലാത്ത ആള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആള് ആ ക്വാളിഫിക്കേഷന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അയാൾ എന്ത് ചെയ്യാണ്? ഒരു ജോലിയില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥത്തിലൊക്കെ കയറുകയാണെന്ന് വിചാരിക്കുക, പോസ്റ്റിലൊക്കെ. അപ്പൊ അയാളെ എന്ത് ചെയ്യും? ആ പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യും. മനസ്സിലാവുണ്ടോ? പൊതു താല്പര്യത്തിന്റെ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടണിലൂടെ ഹർജികൾ സമർപ്പിക്കാൻ പറ്റും. അപ്പൊ അത് ശരിയാണെന്ന് കീഴ്ക്കോടതിക്ക് ബോധ്യമായ പ്രസ്തുത വ്യക്തിയെ കോടതിക്ക് ബോധ്യമായ പ്രസ്തുത വ്യക്തിയെ ആ പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റും. അതാണ് കോ വാറന്റോ പറയുന്നത് കേട്ടോ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഏത് റിട്ടാ പുറപ്പെടുവിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് റിട്ടാ പറയണം? കോ വാറന്റോ എന്ന റിട്ടാണെന്ന് ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചൊക്കെ ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ക്ലാസ്സിൽ, അതായത് മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ആ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഇതുവരെ കേൾക്കാത്ത കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആ ടീച്ചർ പറയണേ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ആ സമരം നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സമരം നടന്ന വർഷം, ആ സമരം നടന്ന സമയത്ത് ആരാണ് വൈസ്രോയി? നമ്മുടെ ലിൻ ലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം നമ്മളോട്. അപ്പൊ നമ്മൾ പറയും ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതാണ്. ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാനുള്ള കാരണം. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ക്വിറ്റ് ഇന്ത്യ പ്രമേയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെയിൽ വെച്ചാണ്. ബോംബെയില് എവിടെയാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം, അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം ആര് പാസ്സാക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഈ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. എന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. അതായത് ബോംബെയിൽ ചേർന്ന INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ് പ്രമേയം പാസാക്കിയത്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9-ആണ്. അതായത് 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും PSCയുടെ ഉത്തരം ഓഗസ്റ്റ് 8 എന്നുള്ളതാണ്. അതായത് PSC SCRT ബുക്കുകളിലാണ് ഇത് കാണുന്നത്. നമ്മുടെ HSSC ജൂനിയർ ഹിസ്റ്ററി എക്സാമിനൊക്കെ PSC ഉത്തരം കൊടുത്തത് 1942 ഓഗസ്റ്റ് 8 എന്നാണ്. അപ്പൊ ഓഗസ്റ്റ് 9 കണ്ടില്ലെങ്കിൽ ഓഗസ്റ്റ് 8 നിങ്ങൾ എഴുതുക. ഓഗസ്റ്റ് 8 ശരിയായിട്ട് കണക്കാക്കൂട്ടോ. ഇനി ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നും കൂടി ഓർത്തു വെക്കുക. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച ഗാന്ധിജിയുടെ പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഹരിജൻ ആണ്. അപ്പൊ ഗാന്ധിജിയുടെ ഹരിജൻ പത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന
എന്താണ് ആശയം പ്രചരിപ്പിച്ചത് എന്ന് നോക്കുക. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ് എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയുടെ പേര് അരുണ അസഫ് അലി എന്നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ജയപ്രകാശ് നാരായൺ. ആരാണ്? ജയപ്രകാശ് നാരായൺ. അപ്പൊ അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ, അതുപോലെ തന്നെ റാം മനോഹർ ലോഹിയ, അവരൊക്കെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നേതാക്കളാണ്, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയവരാണ്. പക്ഷെ നായിക അരുണ അസഫ് അലിയും നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണുമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അനുയായികൾക്ക് നൽകിയ മുദ്രാവാക്യം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ആ മുദ്രാവാക്യം. ക്ലിയർ ആയില്ലേ? എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ പുറപ്പെടുവിച്ച മുദ്രാവാക്യം എന്താണ്? ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറഞ്ഞാൽ വിഭജിക്കുക, അല്ലെ? വിഭജിക്കുക. അവർക്ക് എന്തുണ്ടാക്കണം എന്നായിരുന്നു? പാകിസ്ഥാൻ, അല്ലെ? അപ്പൊ വിഭജിക്കുക, പുറത്തു പോകുക. വിഭജിക്കുക, പുറത്തു പോകുക എന്നതാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്ത്? കീഴരിയൂർ ബോംബ് കേസ്. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രധാനപ്പെട്ട ഇന്ത്യൻ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് ആരാണ്? ഡോക്ടർ കെ ബി മേനോനാണ്. ആരാണ് അങ്ങേര്? ഡോക്ടർ കെ ബി മേനോനാണ്. ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിത ആരാണ്? മാതങ്കിനി. ആരാണ്? മാതങ്കിനി ഹസ്ര എന്നാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ താമസിപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ആഗാഖാൻ കൊട്ടാരം എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരം പൂനെയിലാണ്. ആഗാഖാൻ കൊട്ടാരം എവിടെയാണ്? പൂനെയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ബഹുജന മുന്നേറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ പ്രമേയ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയിയായ ആരാണ്? ലിൻലിത്കോ പ്രഭു ആണ് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ പഠിച്ചത്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് ഇവിടെ പഠിക്കണം. അതായത് ഇരുമ്പുരുക്ക് ശാലകൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇരുമ്പുരുക്ക് ശാലകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കു ശാലകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ആരുടെ സഹായത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, ആരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെ? ഇനി അപ്പോ എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്വകാര്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ടിസ്കോ ആണ്. എന്താണ് മക്കളെ അതിന്റെ പേര്? ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഇത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല, ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നു ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ. പൊതുമേഖലയിലെ ആദ്യത്തത്, അതായത് പൊതുമേഖലയിലെ പ്രൈവറ്റ് അല്ല, പൊതുമേഖലയിലെ ആദ്യത്തത് എന്ന് ചോദിച്ചാൽ ഏതാ പറയണേ? ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയും. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ കുൾട്ടി, അതുപോലെ തന്നെ എന്താണ്
ബർണൻപൂർ, എന്താണ് ബരൺപൂർ, അതുപോലെ തന്നെ ഹീരാപൂർ എന്നിവിടങ്ങളിലാണ് കേട്ടോ. അപ്പോ എന്താ പറഞ്ഞത്, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല കേട്ടോ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇനി അടുത്തത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിൽ ഭദ്രാവതി. കർണാടകയിൽ എവിടെയാണ്? ഭദ്രാവതിയിലാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് 1959 എപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. എവിടെയാണ്? അതായത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? ഭിലായ്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത് നോക്കിയേ, 1959 തന്നെ ജർമ്മനിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. ഏതാ? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. എവിടെയാണ്? ഒറീസയിലാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എവിടെ? ദുർഗാപൂർ. ഏതാണ്? ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. 1964 റഷ്യയുടെ സഹായത്തോടെ, സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. ഏതാണ്? ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡ്. അപ്പൊ നമ്മളോട് ചോദിക്കാറുള്ളത് കൂടുതല്, അതായത് റൂർക്കേലയിലുള്ള ഇവിടുത്തെ റൂർക്കേലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരുടെ സഹായത്തോടു കൂടി? ജർമ്മനിയുടെ. അതുപോലെ തന്നെ ദുർഗാപൂരിലുള്ളത് ആരുടെ സഹായത്തോടു കൂടി? UKയുടെ. അതുപോലെ തന്നെ ബൊക്കാറോയിലുള്ളത് ആരുടെ സഹായത്തോടു കൂടി? റഷ്യയുടെ കേട്ടോ. ഭിലായിലുള്ളത് ആരുടെ സഹായത്തോടു കൂടിയിട്ട്? ഛത്തീസ്ഗഡിലെ ഭിലായിലുള്ളത് റഷ്യയുടെ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലുത് ടിസ്കോ ആണ്. പൊതുമേഖലയിലെ വലുത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേത് ഏതാണ്? വിശ്വേശ്വരായ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇത്രയാണ് ഇരുമ്പുരുക്ക് ശാലകൾ. 3 ടോപ്പിക്കാണ് പഠിച്ചത്. 3 ടോപ്പിക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിൽ ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.